സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ ഗൈസ്. ഞാനാണ് മാസ്റ്റർ ക്രാഫ്റ്റ് എക്സ്ഡി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ചെയ്യാൻ പോണത് ഒരു കിഡ്ലൻ ചാലഞ്ചാണ് ഗൈസ്. കേരളത്തിൽ ഇതുവരെയ്ക്കും ആരും ചെയ്യാത്ത ഒരു ഹാർഡസ്റ്റ് ചാലഞ്ച്. അപ്പോൾ അതേതാണെന്ന് അറിയാൻ വേണ്ടി ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. സോ വെൽക്കം ബാക്ക് ടു അവർ പാർട്ട് 3 ഓഫ് വൺ ഹിറ്റ് സീരീസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലേ, നമ്മളെ ഗെയിമിൽ പ്രധാനമായിട്ടുള്ളത് 3 ബോസ് മോബ്സ് ആണ്. അതിൽ ഒന്നാമത്തെയാണ് നമ്മളെ എൻഡർ ഡ്രാഗൻ. എൻഡർ ഡ്രാഗൻ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ സക്സസ്ഫുള്ളി ബീറ്റ് ചെയ്തിരുന്നു. പിന്നെയുള്ള നമ്മൾ രണ്ടാമത്തെ ബോസാണ് വിതർ ബോസ്. വിതർ ബോസിനെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ബീറ്റ് ചെയ്തിരുന്നു, അത് കാണാൻ നിങ്ങൾ മറക്കല്ലേ. നമ്മളെ മൂന്നാമത്തെ ബോസാണ് വാർഡൻ. വാർഡന് ഹെൽത്ത് ബാർ ഇല്ലെന്നറിയാം, എന്നാലും നമ്മൾ കൂടുതൽ ആൾക്കാരും അതിന് ബോസായിട്ടാണ് കണക്കൂട്ടുന്നത്. അപ്പം ഈ വാർഡനെ നമ്മൾ ബീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു അൾട്ടിമേറ്റ് വെപ്പൺ മേസ് വെച്ചാണ്. ഈ മേസിന്റെ പ്രത്യേകത അറിയാലേ, നമ്മൾ എത്ര ഉയരത്തേക്ക് ചാടുന്നു അത്രയും ഡാമേജ് ആണ്, പ്ലസ് നമുക്ക് ഫാൾ ഡാമേജ് ചെയ്യില്ല. അപ്പോൾ എനിക്ക് വാർഡനെ ബീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് വീഡിയോ മുമ്പോട്ട് കാണാൻ പറ്റും. അപ്പം ഞാൻ വീഡിയോ ഒന്നും ഇടാത്തത് എനിക്ക് ഇവിടെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു ഗൈസ്, അതൊക്കെ തീർന്ന് ഇനി നമ്മൾ ആക്റ്റീവ് ആയിരിക്കും. അതിൻ്റെ കൂടെ താങ്ക്സ് ഫോർ 150 വ്യൂസ്. സോ ഗൈസ്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിതരണം തട്ടിയതിന് ശേഷം ഇതുവരെ വീട്ടിലോട്ട് തിരിച്ചു വരുമായിരുന്നു. കാരണം എൻ്റെ ഇൻവെർട്ടറി നിറയെ കച്ചറയാണ്. ഇതെല്ലാം ചെസ്റ്റിലോട്ടാക്കിയിട്ട് നമുക്ക് അടുത്ത പ്ലാനിങ് ചെയ്യേണ്ടത് എങ്ങനെയാണ് വാർഡനെ തട്ടുക എന്നുള്ളത്. വാർഡനെ തട്ടാൻ അത്ര വലിയ പാടൊന്നുമില്ലെന്ന് നമ്മൾ വിതരണ കൊല്ലാൻ ഉപയോഗിച്ച ട്രിക്ക് തന്നെയാണ് വാർഡനെ കൊല്ലാൻ ഉപയോഗിക്കുന്നത്. നമ്മൾ നേരെ ആൻഷി സിറ്റിയിലോട്ട് കുഴി കുഴിച്ചിട്ട് അവിടുന്ന് മണ്ടേന്ന് ചാടിയാണ് കൊല്ലാൻ പോണത്. പക്ഷേ അതിന് മുമ്പായിട്ട് നമുക്ക് ആൻഷി സിറ്റിയുടെ കോർഡിനേറ്റ്സ് എടുക്കണം. അത് സിമ്പിളാണ്. കാരണം നമ്മൾ ചങ്ക് ബേസിൽ നേരെ പോയി കോർഡിനേറ്റ്സ് എടുത്തോണ്ട് വന്നിട്ട് ആൻഷി സിറ്റിയിലോട്ട് പോയിട്ട് നമ്മളവിടെ കുഴി കുഴിച്ചിട്ട് വാർഡനെ അങ്ങ് ഫിനിഷ് ആക്കുന്നു. അതിന് മുമ്പായിട്ട് ഗൈസ് കുറച്ച് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. കാരണം നമ്മൾ നേരെ ചെന്ന് കയറിയ വാർഡൻ നമ്മളെ ചപ്പാത്തി വരുത്തും. പിന്നെ കുറച്ച് നമ്മളെ പിക്കാക്സും കാര്യങ്ങളൊക്കെ ഇവിടെ നശിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിക്കാക്സ് റിപ്പയർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചധികം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ നെതർ സ്റ്റാർ ഇവിടെ ഇരിപ്പുണ്ട്. ഇത് വെച്ച് ബീക്കണൊക്കെ ഉണ്ടാക്കാം, പക്ഷെ നമ്മൾ ബീക്കൺ ഉണ്ടാക്കാനല്ലല്ലോ ഈ ഗെയിമിലുള്ളത്. നമുക്ക് ബോസ് മോബ്സിനെ തട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമേ ഷൾക്കർ ബോക്സ് ഒന്ന് കാലിയാക്കിയിട്ട് ഇതും കൂടെ എടുത്ത് വെച്ചേക്കാം. അവിടുത്തെ ലൂട്ട്സും കാര്യങ്ങളൊക്കെ എടുത്ത് ചെസ്റ്റ് വെച്ചേക്കാം ഉപകാരത്തിന്. അപ്പോൾ നമ്മളിവിടെ മൊത്തം കാലിയാക്കി ഇവിടെ നമ്മൾ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇവിടെ ആൻഷി സിറ്റിയിലോട്ട് പോയാൽ മാത്രം മതി. കോർഡിനേറ്റ്സ് ഒക്കെ നമ്മളെ കയ്യിൽ മുമ്പ് തന്നെയുണ്ട്. ഇനി നമുക്ക് നേരെ ആൻഷി സിറ്റിയിലോട്ട് പോകാം. പക്ഷേ ആദ്യമേ ഇപ്പം എന്തായാലും എൻ്റെ കുറച്ച് ടോട്ടംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ റോക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ റോക്കറ്റിന് ഇച്ചിരി ഗൺ പൗഡർ ഇവിടെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇച്ചിരി ബോൺ മീൽ എടുത്ത് ഷുഗർ കെയിൻ വളർത്തി പേപ്പർ എടുത്തിട്ട് റോക്കറ്റ് ഉണ്ടാക്കി നമ്മളെ ടോട്ടംസ് എല്ലാം കയ്യിലെടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് പോവാം. ഓക്കെ ഗൈസ്, ഇപ്പം നമ്മൾ തയ്യാറായിട്ടുണ്ട് ഫുള്ളി. ഇനി നമുക്ക് നേരെ ആൻഷി സിറ്റിയിലോട്ട് പോയിട്ട് വാർഡൻ്റെ ചട്ടി വരുത്താനുള്ളതാണ്. അതോടെ നമ്മൾ ഈ ഒരു വീഡിയോ സീരീസ് തീരുന്നതായിരിക്കും. അത് കഴിഞ്ഞുള്ള സീരീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മാത്രം മതി. പക്ഷേ ഞാനിപ്പം ആൻഷി സിറ്റി പോയി ഗൈസ്. പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് ഞാൻ നെയിം ടാഗ് എടുത്തില്ലെന്ന്. നിങ്ങൾക്കറിയാലേ ഗൈസ്, 10 മിനിറ്റ് അല്ല 2 മിനിറ്റ് വാർഡനെ നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ വാർഡൻ നമ്മളെ ഡീസ്പോൺ ആയി പോകും. അപ്പം ഞാനൊരു നെയിം ടാഗ് ഇവിടെ കളക്ട് ചെയ്യാനായിട്ട് പോവുകയാണ് ഗൈസ്. അതിനായിട്ട് ഞാൻ വഴിയിൽ നിന്ന് ഇച്ചിരി സ്ക്വിഡിനെയൊക്കെ തട്ടി ഇച്ചിരി ഇങ്ക് സാക്കൊക്കെ എടുത്തത് അവിടെ ട്രേഡ് ചെയ്തിട്ട് 12 എമറാൾഡ് ആക്കി. ലാസ്റ്റ് ഞാനത് 20 എമറാൾഡ് ആക്കി. ഇപ്പോൾ നമ്മളെ നെയിം ടാഗ് വന്നിട്ടുണ്ട്. ഇനി നെയിം ടാഗിന് ഒരു പേര് കൊടുക്കാം ഗൈസ്. എന്തൊരു പേര് കൊടുക്കാം? ഓ ഗൈസ്, നമുക്ക് മിസ്റ്റർ പോനിക്കര എന്ന് കൊടുക്കാം. നിങ്ങൾക്കറിയാലോ മിസ്റ്റർ പോനിക്കര ശക്തിശാലി ശരീര സൗന്ദര്യ ആരാധകരെ, ഇത് ആരംഭിക്കുന്നു മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. ഭാരതം എന്നാൽ പാരിനടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല. നമ്മളെ വാർഡനും അതുപോലല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു പേര് ഇട്ടുണ്ട്. ഇത് വാർഡന് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് പേരും നെയിം ടാഗും കാര്യങ്ങൾ സെറ്റായി. ഇനി നമുക്ക് നേരെ തിരിച്ച് ആൻഷി സിറ്റിയിലോട്ട് പോകാം. കാരണം ഇപ്പോൾ തന്നെ കുറേ അധികം ടൈം വേസ്റ്റ് ആയി, കുറേ റോക്കറ്റും വേസ്റ്റായി. ഇനിയിപ്പോൾ എന്താണ് പുറത്ത് വെച്ചിരി ക്രീപ്പറും കാര്യങ്ങളും സ്പോണായി കാണും. ഇപ്പോൾ രാത്രി ആയില്ലേ. ഓക്കെ ക്രീപ്പർ സ്പോൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഗൺ പൗഡർ എടുത്തിട്ട് ഇച്ചിരി റോക്കറ്റ് ഉണ്ടാക്കി പെട്ടെന്ന് അങ്ങ് പറന്നു പോകാം. കുറേ അധികം ടൈം വേസ്റ്റ് ആയി, ചുമ്മാ വീഡിയോയുടെ ലെങ്ത് ഇങ്ങനെ കൂടുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വിടന്നേ. ഇനി നമ്മൾ തയ്യാറാണ് ഗൈസ്, ആൻഷി സിറ്റി പോകാൻ. നമ്മൾ റോക്കറ്റും കാര്യങ്ങളെല്ലാം റെഡിയാണ്. നമ്മൾ എല്ലാ റിസോഴ്സസും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ആൻഷി സിറ്റിയിലോട്ട് പോകാം വിത്തൗട്ട് ടൈം വേസ്റ്റിംഗ്. ലെറ്റ്സ് ഗോ. ഓൾറൈറ്റ് ഗൈസ്, നിങ്ങളിവിടെ കണ്ടോ, ഞാൻ ഇവിടെ പറന്ന് വന്നോണ്ടിരുന്നപ്പോൾ നമ്മളെ സ്പോൺ പോയിന്റ് അത് കുറേ XP കിടക്കുന്നത് ഞാൻ വന്നെടുത്തപ്പോൾ 48 ലെവൽ ഗൈസ് കിട്ടി എനിക്ക്. ഇത് എന്താണോ ഇങ്ങനെ സംഭവിച്ചത്. നമ്മളെ ഫസ്റ്റ് എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഗൈസ്. അതിനകത്ത് ഞാൻ ഇവിടെ തന്നെ സ്പോൺ ആയത്, പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് XP ഒന്നും കിട്ടില്ല. നമുക്ക് നേരെ ആൻഷി സിറ്റിയിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ. ഓക്കെ, ചങ്ക് ബേസിന് കിട്ടിയുള്ള കോർഡിനേറ്റ്സ് പ്രകാരം ഇവിടെ കണ്ടാണ് നമ്മൾ ആൻഷി സിറ്റി. ഇവിടെ കണ്ട ചങ്ക്സ് പോലും ലോഡ് ആവുന്നില്ല, അത്രയ്ക്ക് ലാഗാണ് ഫോണ്. പക്ഷെ എന്നാലും നമ്മൾ കണ്ടന്റ് പിടിക്കാൻ കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ കണ്ട ഉണ്ട് ഏതാണ്ട്. ഓക്കെ ജംഗ്ഷൻ ലോഡായി. നമ്മളെ കോർഡിനേറ്റ്സ് വേറെ 1416 ലാസ്റ്റ് 200 വരുന്നത്. അപ്പം ഇവിടെ സൈഡിലോട്ട് ഓക്കെ ഇതാ കോർഡിനേറ്റ്സ്. ഇനി നമുക്ക് നേരെ താഴോട്ട് കുഴിച്ചോ. ലെറ്റ്സ് ഗോ.
ഓക്കെ ഞാനിവിടെ ഒരു സ്കെൽട്ടർ സ്പോണറിൽ വന്ന് എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ചെസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആദ്യം. ചെസ്റ്റിനകത്തെല്ലാം നീട്ടമാണ്, പക്ഷേ എന്നാലും നമുക്കിവിടെ ഗൺ പൗഡർ കിട്ടി. ഇനിയിപ്പോൾ കാശ് നമുക്ക് തന്നെ തിരിച്ച് താഴോട്ട് വേണം. ഓക്കെ ഉമ്മാർ തമ്മിൽ റെസ്ലിംഗ് അടക്കാണ്, നമുക്ക് തീർത്ത് കൊടുക്കാൻ പറ്റുന്നത്. ഇവനെ അങ്ങ് തീർക്കാം. ഇനി നമുക്ക് നേരെ ആൻഷ്യസ് സിറ്റിയിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ. ഓക്കെ കാശ് നമ്മളിവിടെ ആൻഷ്യസ് സിറ്റിയിൽ താണ്ട് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് താഴോട്ട് ഇറങ്ങണം. താഴോട്ട് ഇറങ്ങിയതിന് ശേഷം കാശ് നമുക്ക് നേരെ വാർഡനെ വിളിച്ച് വരുത്തണം. കാരണം നമ്മൾ ടൈമൊന്നും വേസ്റ്റാകാൻ പോകുന്നില്ല. ഞാൻ ലൂട്ടാനൊക്കെ വിചാരിച്ചു, പക്ഷേ ലൂട്ടാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ? ഇപ്പം നമുക്ക് പതുക്കെ നടന്നു പോയി. ഇനിയിപ്പോൾ ഇപ്പോഴേ സ്പോൺ ആക്കണ്ടേ വെറുതെ വാർഡനെ. പതുക്കെ ഒക്കെ സ്ട്രൈക്കറൊക്കെ ഇരിപ്പുണ്ട്. പതുക്കെ പോങ്ങ. ഓക്കെ വലിച്ച് ഇപ്പോൾ നമ്മളെ ഫസ്റ്റത്തെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ പെട്ടെന്ന് മൈൻഡ് ചെയ്യാം. ഓക്കെ നമ്മളൊരു വലിയ കുഴി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ വാർഡനെ പിടിച്ചിടാൻ പോകുന്നത്. ആദ്യമേ നമുക്കിവിടെ ട്രാപ്പ് ഡോർ ഉണ്ടാക്കി വെക്കണം. ട്രാപ്പ് ഡോർ വെക്കുന്നതിന് മുമ്പ് ഇവിടെ 2 മുട്ടാനൊരു പില്ലാർ ഉണ്ടാക്കണം. കാരണം വാർഡനെ ഇവിടുന്ന് എസ്കേപ്പ് ആവാൻ പാടില്ല. നമ്മൾ പിറകിലോട്ട് വരുമ്പം ഈ വാർഡൻ സൈഡിൽ കൂടെ നടന്നു വരും. അതാണ് വലിയ മെനക്കേടാവും അത് ലാസ്റ്റ് നമുക്ക്. അപ്പോൾ അതിന് മുമ്പായിട്ട് പില്ലാറും ഉണ്ടാക്കണം. പിന്നെ ആദ്യമേ നമുക്ക് ഒരു ട്രാപ്പ് ഡോറും ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ട്രാപ്പ് ഡോർ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇത് 4 ചുറ്റും പ്ലേസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ വാർഡൻ നമ്മളെ വിചാരിക്കും ഇത് ഫുൾ ബ്ലോക്കാണെന്ന് പറഞ്ഞ് ഓടി ഇതിനകത്തോടെ വരുമ്പോൾ വാർഡൻ്റെ ശശിയായി പോവും. പിന്നെ വാർഡനെ നമ്മൾ സ്വർഗത്തോട്ട് എത്തിക്കുന്നതായിരിക്കും ഉടൻ തന്നെ. അപ്പോൾ ആദ്യമേ നമ്മളിവിടെ ട്രാപ്പ് ഡോർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ 2 പില്ലേഴ്സ് ഉണ്ടാക്കണം. കാരണം ഇനി നമുക്ക് നമ്മളായിട്ട് റിസ്ക് എടുക്കാൻ പാടില്ല. കാരണം എനിക്ക് ആ താല്പര്യമില്ല ഈ എല്ലാ ടോട്ടോ വേസ്റ്റ് ആകണമെന്ന്. കാരണം നമ്മൾ മറ്റേ 2 ബോസിനെ നമ്മൾ 1 ഹിറ്റിൽ, അതായത് ഫസ്റ്റ് ട്രൈ തന്നെ ചെയ്ത് ഇതും എനിക്ക് ഫസ്റ്റ് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ആദ്യമേ നമുക്കിനി മണ്ടയിലോട്ട് പോയിട്ട് മൈൻഡ് ചെയ്യാം. ഓക്കെ നമ്മൾ ടോപ്പിലെത്തിയിട്ടുണ്ട്. ടോപ്പിലെത്തിയ ശരിക്കും ഇനിയിപ്പോൾ നമുക്കിത് അങ്ങ് വൈ ലെവൽ മണ്ട വരെ എത്തിക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മൈൻഡ് ചെയ്തു. ലെറ്റ്സ് ഗോ. ഓക്കെ അങ്ങനെ നമ്മൾ 5-6 ദിവസത്തെ മൈനിങ്ങിന് ശേഷം നമ്മൾ ആകാശം കണ്ടിട്ടുണ്ട്. അതായത് നമ്മൾ സർഫേസിൽ എത്തിയെന്നാണ്. ഇനി നമുക്ക് എന്തായാലും ഇവിടെ ഒരു സ്ഥലം ഉണ്ടാക്കണം. സ്ഥലം ഉണ്ടാക്കിയിട്ട് നമുക്ക് നേരെ താഴോട്ട് മൈൻ ചെയ്ത് ഇറങ്ങണം. ഈ നടുക്ക് വെച്ചിരിക്കുന്ന പില്ലാറുണ്ടല്ലോ അത് നമുക്ക് മൈൻ ചെയ്ത് തിരിച്ച് താഴോട്ട് പോകണം. അപ്പോൾ ലെറ്റ്സ് ഗോ. ഓക്കെ നമ്മളിവിടെ താഴോട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു വാർഡനെ പിടിച്ചങ്ങ് ട്രാപ്പ് ചെയ്താൽ മതി. ഈ ഗ്രാവലൊക്കെ ഇങ്ങനെ കെട്ടിയാണ് നമ്മൾ മൈൻ ചെയ്തെടുത്തപ്പോൾ ഇതൊക്കെ ഒന്ന് മൈൻ ചെയ്തെടുത്തിട്ട് ഇനി 2 സൈഡിലോട്ട് നമുക്ക് ഇനി പില്ലാർ ഉണ്ടാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ പെട്ടെന്ന് പില്ലാറും അങ്ങ് ഉണ്ടാക്കാം വേഗം. ഓക്കെ ക്ലച്ച് ഭയങ്കര പോട്ട് ക്ലച്ച് വൈസ് എന്താ ചെയ്യാനാന്ന് പറഞ്ഞാൽ സ്റ്റേഴ്സിനകത്ത് ക്ലച്ച് ചെയ്ത് കൊടുത്ത്. ഓക്കെ നമ്മളിവിടെ ഫുള്ളി തയ്യാറാണ്. ഇനി നമുക്കിവിടെ വാർഡനെ വിളിച്ചുണർത്തിയാൽ മാത്രം മതി. വാർഡനെ പെട്ടെന്ന് നമുക്ക് വിളിച്ചുണർത്തണം. ഇനി 4 സ്ട്രീക്ക് ചെയ്യണം. കാരണം നമ്മൾ ഒരു സ്ട്രീക്ക് ചെയ്ത് അത് റീസെറ്റായി. ഇനി നമുക്ക് നമ്മളെ വാർഡൻ ഇവിടെ സ്പോൺ ആയിട്ടുണ്ട്. കണ്ട പെട്ടെന്ന് ഞാനങ്ങ് സ്പോൺ ആക്കി. ടൈമൊന്നും വേസ്റ്റ് ആക്കില്ല. നമുക്ക് ആദ്യമേ പെട്ടെന്ന് മണ്ടയ്ക്കോട്ട് കയറിയിരിക്കണം. അല്ലെങ്കിൽ വാർഡൻ നമ്മളപ്പോൾ ചപ്പാത്തി ഇറക്കും. അപ്പോൾ ഇച്ചുകൂടെ മണ്ടയിലോട്ട് ബ്ലോക്ക് ചെയ്യണം. അല്ലെങ്കിൽ ബ്ലോക്ക് വെച്ച് പോകണം. അല്ലെങ്കിൽ നമ്മളെ വാർഡൻ നമ്മളെ ചപ്പാത്തിയാക്കും അടിച്ച്. അപ്പോൾ എന്തുകൊണ്ട് നമ്മളെ വാടതോ താഴെ ഇരിക്കുന്ന അണ്ണാച്ചി. ഇനി അണ്ണാച്ചി നമ്മൾ ബോട്ട് അടിച്ച് നമ്മളിങ്ങനെ വിളിച്ച് വരുത്തും. ഇവിടെ പെട്ടെന്ന് ഇനി ഈ കുഴിയിലോട്ട് തെള്ളിയിടണം അണ്ണാച്ചിയെ. അപ്പോൾ അണ്ണാച്ചി തോന്നിക്കണം, ഓടി വരണം. ഇച്ചിരി പാടാന്ന് തോന്നി ഇവനെ പിടിച്ചിടാം. ഇച്ചിരി സമയം എന്തായാലും എൻ്റെ വേസ്റ്റ് ആവും. അപ്പോൾ പെട്ടെന്ന് ഇവനെ ഒന്ന് പിടിച്ചിടട്ടെ. പെട്ടെന്ന് അങ്ങ് പിടിച്ചിടാം. ഓക്കെ വാർഡൻ ഇപ്പോൾ വീഴുന്നുണ്ട്. ഓടി വരുന്നുണ്ട്. ഓക്കെ കിടന്നുകൂടെ. ഓക്കെ താഴെ വീണം. ഓക്കെ സെറ്റ്. ഇനി നമുക്ക് ചെയ്യേണ്ട ലാസ്റ്റ് പാട്ടെന്ന് പറയുന്നത് നമുക്കിനി ഇവിടെ താഴോട്ട് പോയിട്ട് നമ്മളെ പോനിക്കര ആക്കണം. നമ്മളെ വാർഡൻ്റെ പേര് മാറ്റി മിസ്റ്റർ പോനിക്കര എന്ന് വെച്ച് കൊടുക്കണം. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് നേരെ പറന്ന് മണ്ടായി പോവുക, മേസിട്ട് ചറവറ അടിക്കുക. ഇനി ഇത് ഇച്ചിരി റിസ്ക്കി ആയിട്ടുള്ള പാട്ടാണ്. കാരണം നിങ്ങൾക്ക് അറിയാമല്ലേ നമ്മളെ ഡിഫിക്കൽട്ടി ഇപ്പം നോർമലി കിടക്കുകയാണ്. അപ്പോൾ ഇച്ചിരി ഡാമേജ് കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചാൽ വേറൊന്നുമില്ല, നമ്മളെ വാട മണ്ടയ്ക്കോട്ട് പൊങ്ങി വരാൻ വേണ്ടിയാണ്. കാരണം ഞാൻ താഴോട്ട് ചാടിക്കഴിഞ്ഞാൽ അത് വലിയ റിസ്ക്കാണ്. പിന്നെ മണ്ടയിൽ കയറാൻ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആവും. വാട നമ്മളെ അടിക്കും. പിന്നെ അതാ ഇപ്പോൾ സോണിക് ബൂം വെച്ച് അടിക്കുന്നുണ്ട്. അതേപോലെ കൈ വെച്ചും അടിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മളിവിടെ ആപ്പിളും കഴിക്കാം. കാരണം ഇവിടെ വലിയ ഡാമേജ് വെക്കുന്നുണ്ട്. നമ്മളെ ടോട്ടോ അവിടെ പോപ്പാനുള്ള ചാൻസസ് വളരെയേറെ കൂടുതലാണ്. അപ്പോൾ അതാ ഇവിടെ സോണിക് ബൂം പടപട വിടുകയാണ് ഗൈസ്. നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. നമുക്ക് അതാ വാട പൊങ്ങി വന്ന് സോണിക് ബൂം വിട്ടു ഗൈസ്. ഒന്നും കൂടെ ഓടിപ്പോ. ഓക്കെ താന്ന് ഇന്ന് വാടാം. ഓക്കെ ഗൈസ് പേര് കൊടുത്ത് ഇനി ഇവിടുന്ന് ഓടി രക്ഷപ്പെട്. അല്ലെങ്കിൽ ഇനി ഒരു സോണിക് ബൂം കൂടെ കിട്ടി നമ്മൾ ടോട്ടം പൊട്ടും. ഇനി നമുക്ക് ഇവിടുന്ന് ദൂരെ പോകണം. കാരണം നമുക്ക് ഇനി ഇവിടെ റിസ്ക് എടുക്കാൻ പറ്റില്ല. ഓക്കെ ഗൈസ് ഞാനിവിടെ ഓടിക്കൊണ്ടിരുന്നപ്പോൾ ചെറിയ പണി പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ വേറൊന്നുമല്ല, അങ്ങോട്ട് സൈഡിലോട്ട് നമ്മളെ വാർഡനൊന്ന് സ്പോൺ ആയിട്ടുണ്ട്. കാരണം ഞാനിങ്ങനെ വെപ്രാളത്തിൽ ഓടിയപ്പോഴേ നമ്മളെ വാർഡനെ അവിടെ വേറൊരു സൈറൻ കേട്ട് അങ്ങ് ഉണർന്നു കൊച്ചു കള്ളാൻ. ഇപ്പോൾ ഡയമണ്ട് ഇരിക്കുന്ന ആ ഡയമണ്ട് കൂടെ മൈൻഡ് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് അവിടെ തന്നെ പോകാം. ലെറ്റ്സ് ഗോ. ഓക്കെ നമ്മളിവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്.
ഇനി നമുക്കിവിടെ നോക്കാം, നമ്മളെ വാർഡൻ ഇവിടെ സേഫാണ്. ഇനി നമ്മളെ വാർഡൻ ഒരിക്കലും തിരിച്ച് കുഴിയിലോട്ട് പോകത്തില്ല കാണാൻ. അതിനാണ് നമ്മൾ നെയിം കൊടുത്തത്. ഇനി നമുക്ക് എന്താ വേണമെന്ന് വെച്ചാൽ തിരിച്ചങ്ങ് മണ്ടയ്ക്കോട്ട് പറന്നു പോകുന്നത് മാത്രമേ ഉള്ള ഒരു ബുദ്ധിമുട്ട്. നമുക്ക് പെട്ടെന്ന് അങ്ങ് പറന്നു പോകാം. നമുക്ക് ഇവിടെ നിന്നാൽ നമുക്ക് ഏത് നിമിഷം വേണമെങ്കിലും അടികൊള്ളാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ടെൻഷനും ഇല്ല. നമുക്ക് ഈ വാർഡനെ അങ്ങ് കത്തിച്ചാൽ മാത്രം മതി. നമുക്ക് പെട്ടെന്ന് മണ്ടയ്ക്കോട്ട് പോകും. ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മൾ മണ്ടയ്ക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് നമ്മളാ ഈ ഒരു ചെസ്റ്റ് പ്ലേറ്റ് എടുത്ത് അങ്ങ് ഇടണം. ചെസ്റ്റ് പ്ലേറ്റ് എടുത്തിട്ടിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് താഴോട്ട് വാടനെ മിന്നിക്കാൻ നമുക്ക് താഴെ ചാടാം. ലെറ്റ്സ് ഗോ ഗൈസ്. ഫസ്റ്റ് ഹിറ്റ് നടന്ന സെറ്റ്. ലെറ്റ്സ് ഗോ ഗൈസ്. പോനിക്കരെ തീർത്ത്. അങ്ങനെ ഗൈസ് നമ്മൾ വാടനെ ഈ ഗെയിമിൽ വിളിച്ചത് അത് ഫസ്റ്റ് ട്രൈ തന്നെ. അതാണ് ഗൈസ് നമ്മളെ പവർ. നമ്മളങ്ങനെ സ്കൾക്ക് സ്ട്രൈക്കർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വീട്ടിൽ പോകാം. വീട്ടിൽ പോയിട്ട് ഗൈസ് എനിക്ക് കുറച്ച് കാര്യങ്ങളും പറയാനുണ്ട്. അതായത് എൻ്റെ ബേസിൽ പോയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ബേസിൽ പോയിട്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് നിങ്ങളോട് ഗൈസ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് BS-ലോട്ടും കൂടെ അങ്ങ് പോകാം. ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, നമ്മൾ ബേസിലെത്തിയിട്ടുണ്ട്. ഇനി എനിക്ക് പറയാനുള്ള വേറൊന്നുമല്ല ഗൈസ്, നമ്മളെ ഈ ഒരു സീരീസ് ഇവിടെ എൻഡ് ആവുകയാണ് ഗൈസ്. ഇനി നിങ്ങൾക്ക് ഇതുപോലത്തെ സീരീസ് ആണെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു 300 വ്യൂസ് എത്തിച്ചെന്നാൽ ഗൈസ് ഇതുപോലെ നമ്മളൊരു കിഡിലെ സീരീസ് ഇനി ഇറക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോ ഉടൻ വരുന്നതായിരിക്കും ഗൈസ്. ഇനി അങ്ങോട്ട് നമ്മൾ ഫുൾ ആക്റ്റീവാണ്, കാരണം നമ്മൾ ഇനി അങ്ങോട്ട് ഫ്രീ ആണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയ്ക്ക് അത് കാണാം. അന്നേരത്തേക്കും ബൈ ഗൈസ്. അതിന് മുമ്പായിട്ട് വേറൊരു കാര്യം കൂടെ ബൈ പറയാൻ വരുന്നതിന് മുമ്പ് ഈ ഗൈസ് എനിക്ക് ഈ ഒരു വീഡിയോയ്ക്ക് അത് ഞാനിപ്പോൾ നിർത്താതെ ചെയ്യുന്നത്, എനിക്ക് വേണമെങ്കിൽ എൻ്റെ പെർസ്പെക്റ്റീവ് എടുത്തിട്ട് കാണിക്കായിരുന്നു. പക്ഷേ ഈ മുട്ടയും നെതർ സ്റ്റാറും മറ്റേ കാറ്റലിസ്റ്റും കൂടെ ഒരു ചെസ്റ്റ് വെച്ച് നിങ്ങളെ കാണിക്കാനിരുന്നു. പക്ഷേ ആ ഒരു പാട്ട് ഇപ്പോൾ എവിടെയാണെന്ന് അറിയാൻ വയ്യ, കാണാനൊന്നുമില്ല. അപ്പോൾ ആ ഒരു പാട്ട് ഇല്ലാത്തതിനാൽ ഞാൻ ഇപ്പോഴേ തന്നെ അങ്ങ് പറയുകയാണ് ഗൈസ്. അടുത്ത വീഡിയോ OP ആയിരിക്കും ഗൈസ്. ഗസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊന്ന് കമൻറ്റ് ഗസ്റ്റ് ചെയ്തോ. അപ്പോൾ ഈ സീരീസ് ഇഷ്ടമായെന്നൊക്കെ പ്രതീക്ഷിക്കുന്നു ഗൈസ്. ഇതുപോലത്തെ ഇനി സീരീസിന് വേണ്ടി ഞാൻ പറഞ്ഞ പോലെ ആദ്യമേ പോലെ 300 വ്യൂസും ഒരു 30 ലൈക്സും എത്തിച്ചാൽ മാത്രം മതി ഗൈസ്. എന്നിട്ടേക്ക് നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ. ഞാൻ പോകുന്നു. ബൈ.